അപ്പോൾ ഗൈസ് അസ്സലാമു അലൈക്കും. എന്ത് കഥ എന്ന് പറഞ്ഞെങ്കിൽ കുറേ അല്ലേ മാമാൻ്റെ ഇടയിൽ വിചാരിച്ചു മാമാൻ്റെ അവിടെ എത്തി. മാമാൻ്റെ അവിടെ എത്തിയപ്പോഴേക്കാ ചാച്ചാൻ്റെ മോനൊരു മൈൻഡും ഇല്ല, അത് പഠിക്കുന്നതാണ് കഥ. പക്ഷെ പഠിക്കുന്നതല്ല, ഫ്രണ്ടിൽ ടി വി വെച്ചിട്ടുണ്ട്, എടുക്കാതിലേക്ക് നോക്കുന്നു. അങ്ങനെ നമ്മളെ എപ്പോഴത്തെ പരിപാടി ആരംഭിച്ചു. എന്ത് ഫുഡ് അടിക്കാൻ പോകാൻ വിചാരിച്ച്. എന്താ ഫുഡ് ആക്കിയിട്ടാ എൻ്റെ ആക്കണ്ടാല് നമ്മൾ ഫുഡ് അടിക്കാൻ പോയി. 2 കാറ് നമ്മൾ ഇടുന്നുണ്ടായിന്, ചാച്ചാൻ്റെ കാറും നമ്മളെ കാറും ഉണ്ടായിന്. എൻ്റെ നമ്മൾ വിട്ടിട്ടാകുമ്പോഴേക്ക് എൻ്റെ ഇച്ച വരുന്നുണ്ട്. ഇച്ചാര് നിങ്ങൾക്ക് എടുത്തോളം കണ്ടിട്ടുണ്ടാരാ? മോന് എടുത്തോളം ഞാൻ എൻ്റെ ബ്ലോഗിൽ ഇട്ടിട്ടാ. മോന് ഇതിൻ്റെ അടുക്ക് ഖത്തറിന് വന്നത്ര ഇതാ ഓന് വന്ന് നമ്മൾ അരമണിക്കൂറുടെ പോസ്റ്റ് ആക്കിന്. എന്നിട്ടായിട്ടാണ് ഓന് വന്നത്. ഇതാ യോനാണ് സുരേജ്, ഓന് ഖത്തറിന് വന്നതാണ്. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാടാ 2-ാം ശനി അതാ, അല്ലെങ്കിൽ അല്ല 11 മണിയായി. എന്നിട്ടാകുമ്പോഴേക്ക് പിന്നെ പീടിക എടുക്കാതെ കഴിയുമോ? ഫുള്ള് പീടിയെല്ലാം അടിച്ചിട്ടുണ്ട്. എന്താക്കാൻ? അങ്ങനെ ഞമ്മ കുറച്ച് ടൈം ഇരുന്നിട്ടായിട്ട് ഹോറിക്സിലെത്തിയെങ്കിലേ ആ 11 മണി എന്നായിരുന്നു, ഒരു ഇതുമില്ല. നല്ല ആംബിയൻസ്, നല്ല ആളുകളും ടോപ്പ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ട് വന്നതിനോട് ഓരെല്ലാം സെറ്റാക്കിയിട്ട് വെച്ച്. അങ്ങനെ നമ്മൾ ചൈനീസ് ഇച്ച അയാൾ നമുക്ക് പാത്രമെല്ലാം വെച്ച് തന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് സലാഡ് വന്നു, നല്ല സലാഡ് കക്കരിയിലുള്ള. പിന്നെ ഇതെന്താ അറിയില്ല, ഒരു മുട്ടൻ്റെ സാധനം. ഞാൻ ഓർഡർ ആക്കിയാൽ വന്ന ഫുള്ള് മിക്സ്ഡ് ചിക്കൻ ആക്കിയിട്ട്, എന്ത് സാധനത്തിൻ്റെ പേരറിയില്ല. ഞാൻ അടിച്ച് മാറാൻ തുടങ്ങി പൊറോട്ടയും ചിക്കനെല്ലാം എടുത്ത്. പിന്നെ മിറർ കാണുമ്പോൾ ഫോട്ടോ എടുക്കാതെ കായല്ലേ, എന്നാലും ഫോട്ടോ ഇട്ട്. പിന്നെ ചാച്ചാൻ്റെ മോനാടെ എന്തോ ഗുസ്തി എടുക്കുന്നത് നടക്കണ്ടേ, അപ്പോൾ അവിടെ എക്സസൈസ് എടുക്കുന്നത് മുക്കറി ഇടുന്നുണ്ട്, അപ്പുറത്തൊരു കൈ കാണുന്നില്ലേ. അങ്ങനെ നമ്മുടെ ആംബിയൻസ് എല്ലാം ആസ്വദിച്ചിരുന്ന് കുറച്ച്. അപ്പോൾ ഇന്ന് ഇത്ര മതി, ബൈ.